ഗവൺമെൻറ് ITI മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി, ഗവൺമെൻറ് ITI മലമ്പുഴയിലെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് ട്രേഡിലെ ഒരു ഇൻസ്ട്രക്ടറാണ്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ വിവിധ ട്രേഡുകളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തയ്യാറാക്കുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് ട്രേഡിലെ ജാവാസ്ക്രിപ്റ്റ് എന്ന ഭാഗത്തെ അരേസ് ഇൻ ജാവാസ്ക്രിപ്റ്റ് എന്ന ഭാഗമാണ് നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫുൾ അരേ, ഡിഫൈൻ അരേ, അരേ എന്ന കൺസെപ്റ്റ് എന്താണ്, അരേയിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എന്താണ്, അരേ സോർട്ട് ചെയ്യുന്നത്, ഇത്രയും ഭാഗങ്ങളാണ് ഈ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് അരേ എന്ന് നോക്കാം. What is an array? An array is a special variable which can hold more than one value at a time. നമ്മൾ സാധാരണ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ വേരിയബിളിൽ വാല്യൂ കൂടി വയ്ക്കാറില്ലേ. നമുക്ക് കുറച്ച് ട്രെയിനിൻ്റെ പേര് സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതിന് നമ്മളൊരു വേരിയബിൾ യൂസ് ചെയ്യുന്നതാണ്. ട്രെയിൻ 1 എന്നുള്ള വേരിയബിളിൽ ഒരു ട്രെയിനിൻ്റെ പേര് ജനശതാബ്ദി, ട്രെയിൻ 2 എന്നുള്ളത് ഗരീബ്, ട്രെയിൻ 3 ദുരന്തം, അങ്ങനെ 3 ട്രെയിനുകളുടെ പേര് നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. 3 വേരിയബിൾസിലാണ് സ്റ്റോർ ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് ലിസ്റ്റ്, കുറേ പേര് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇങ്ങനെ എത്ര വേരിയബിൾസ് നമുക്ക് യൂസ് ചെയ്യും. ട്രെയിൻ 1 ട്രെയിൻ 2 ട്രെയിൻ 3 ട്രെയിൻ 4 അങ്ങനെ കുറേ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് അരേ യൂസ് ചെയ്യുക. അരേ എന്ന് പറയുന്നത് നമുക്ക് മോർ ദാൻ 1 വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റും. JavaScript arrays are used to store multiple values in a single variable. അതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ട്രെയിൻസ് എന്ന് പറഞ്ഞിട്ടൊരു അരേ ക്രിയേറ്റ് ചെയ്യണം. ട്രെയിൻസ് എന്ന് പറഞ്ഞ അരയിൽ നമുക്ക് ഇത്രയും വാല്യൂസ് ഇങ്ങനെ സ്റ്റോർ ചെയ്യാം. ദുരന്തോ, ട്രെയിൻ ഓഫ് 0, ട്രെയിൻസ് ഓഫ് 1, ട്രെയിൻസ് ഓഫ് 2 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വേരിയബിൾസ്, ഒരു വേരിയബിൾ നെയിമിൽ തന്നെ നമുക്ക് എത്ര വാല്യൂസ് വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം. ക്രിയേറ്റിംഗ് ആൻ അരേ യൂസിങ് ആൻ അരേ ലിറ്ററൽ ഈസ് ദ ഈസിയസ്റ്റ് വേ ടു ക്രിയേറ്റ് എ ജാവാസ്ക്രിപ്റ്റ് അരേ. 2 തരത്തിൽ നമുക്ക് അരേ ക്രിയേറ്റ് ചെയ്യാം. വെറുതെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം, VIR വേരിയബിളിന് ഒരു പേര് കൊടുക്കുക, ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് അരയിൽ നമുക്ക് എത്ര ഐറ്റം 1, ഐറ്റം 2, ഐറ്റം 3 അങ്ങനെ കോമിട്ട് ഐറ്റംസ് കൊടുക്കുക അരയിൽ സ്റ്റോർ ചെയ്യാൻ. അപ്പോൾ നമ്മളിവിടെ ട്രെയിൻസ് എന്ന് പറഞ്ഞിട്ടൊരു അരേ ക്രിയേറ്റ് ചെയ്യുന്നു. അരയ്ക്ക് ട്രെയിൻസ് എന്നുള്ള പേര് കൊടുത്തു, ഈക്വൽ ടു സ്ക്വയർ ബ്രാക്കറ്റിൽ അതിൽ സ്റ്റോർ ചെയ്യണ വാല്യൂസ് കോമിട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് ഒരു മെത്തേഡ് അരേ ക്രിയേറ്റ് ചെയ്യാൻ. പിന്നെ അരേ ഒരു ഒബ്ജക്റ്റായി എടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യും. ന്യൂ എന്ന് പറയുന്ന പേര് വെച്ചിട്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്യണ പോലെ തന്നെ VIR ട്രെയിൻസ് എന്നുള്ള അരയുടെ പേര്, ഒബ്ജക്റ്റിന് പേര് കൊടുത്തു, ന്യൂ അരേന്ന് കൊടുക്കാം. സാധാ ബ്രാക്കറ്റ്, സ്ക്വയർ ബ്രാക്കറ്റ് അല്ല, ബ്രാക്കറ്റിൽ ഇതുപോലെ കൊടുക്കാം. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത അരേ ഒബ്ജക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യണം. ആക്സസിങ് ദ എലമെന്റ്സ് ഓഫ് ആൻ അരേ. നമ്മൾ എങ്ങനെയാണ് അരയിൽ സ്റ്റോർ ചെയ്ത ഓരോ എലമെൻറ്റ്സ്, അരയിൽ നമുക്ക് 100 ട്രെയിനിൻ്റെ പേരുകളും സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 5ാമത് സ്റ്റോർ ചെയ്ത വാല്യൂ അല്ലെങ്കിൽ ഇത്രാമത്തെ നമ്പർ ആക്സസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയാണ് റെഫർ ചെയ്യുന്നത്. ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് വെച്ച് നമ്മൾ അരയിലെ ഓരോ എലമെൻറ്റ്സും റെഫർ ചെയ്യുന്നത്. വി റെഫർ ടു ആൻ അരേ എലമെൻറ്റ് ബൈ റെഫറിങ് ടു ദി ഇൻഡെക്സ് നമ്പറാണ് പറയുക. അപ്പോൾ അരയിലെ 1ാമത്തെ 2ാമത്തെ 3ാമത്തെ അങ്ങനെ സ്റ്റോർ ചെയ്യുന്നതാണ് ഇൻഡെക്സ് നമ്പർ. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും 0ൽ നിന്നായിരിക്കും അരേ. The statement access the value of the first element in trains. ഫസ്റ്റ് എലമെൻറ്റ് ആക്സസ് ചെയ്യുന്ന ഈ ട്രെയിൻസ് എന്ന് പറഞ്ഞ അരയിലത്തെ ഫസ്റ്റ് എലമെൻറ്റ് ആക്സസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ട്രെയിൻസ് ഓഫ് 0, ഫസ്റ്റ് എലമെൻറ്റ് 0 അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ വാല്യൂ ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ആവും. ആദ്യത്തെ ദുരന്തം എന്നുള്ളത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്, അത് നെയിം എന്നുള്ള വേരിയബിളിലേക്ക് വരും. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് മോഡിഫൈസ് ദി ഫസ്റ്റ് എലമെൻറ്റ് ഇൻ ട്രെയിൻസ്. ഇപ്പോൾ ഈ ഫസ്റ്റ് എലമെൻറ്റ് ദുരന്തം എന്നാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ ഒരു വേരിയബിളിലേക്ക് ആ വാല്യൂ എടുക്കാം. അതുപോലെ അതിൽ ചേഞ്ചസ് വരുത്തണമെങ്കിൽ അതുപോലെ ട്രെയിൻസ് ഓഫ് 0 ഈക്വൽ ടു ജനശതാബ്ദി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെൻറ്റ് ദുരന്തം എന്നുള്ളത് മാറിയിട്ട് അവിടെ ജനശതാബ്ദി എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്യും. അവിടെ നമുക്ക് ചേഞ്ചസ്, മോഡിഫിക്കേഷൻസും വരുത്താം അരേ എലമെൻറ്റ്സിൽ. പിന്നെ ബ്രാക്കറ്റിൽ, സ്ക്വയർ ബ്രാക്കറ്റിൽ 0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെൻറ്റ്, 1 സെക്കൻഡ് എലമെൻറ്റ്, അങ്ങനെയാണ്. അരയുടെ ഇൻഡെക്സ് എപ്പോഴും 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. Arrays are objects. Arrays are special types of object.
The type of operator in JavaScript returns object for array. ടൈപ്പ് ഓപ്പറേറ്റർ വെച്ചിട്ട് നമ്മൾ അറേ നെയിം കൊടുത്തു കഴിഞ്ഞാൽ അത് റിട്ടേൺ ചെയ്യുന്നത് ഒബ്ജക്റ്റും ആയിരിക്കും. ഇനി അറേ ഒരു ഒബ്ജക്റ്റാന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിന് കുറേ മെത്തേഡ്സ് പ്രോപ്പർട്ടീസ് എല്ലാം ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പം അറേയുടെ ലെങ്ത് എന്ന് പറയുന്ന പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. ദി ലെങ്ത് പ്രോപ്പർട്ടി. ദ ലെങ്ത് പ്രോപ്പർട്ടി ഓഫ് എൻ അറേ റിട്ടേൺസ് ദി ലെങ്ത് ഓഫ് എൻ അറേ. എത്ര എലമെന്റ്സ് അതിലുണ്ട്. ഇപ്പം ഈ ഒരു അറേ ആണെങ്കിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 4 എലമെന്റ്സ് ഉണ്ട്. അപ്പം അതിൻ്റെ ലെങ്ത് 4. അപ്പോൾ നമ്മളിവിടെ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു അറേ ക്രിയേറ്റ് ചെയ്തു. ബനാന, ഓറഞ്ച്, ആപ്പിൾ, മാംഗോ. ഇതെല്ലാം അരയിലത്തെ ഓരോ എലമെന്റ്സ്. അതിൽ 0 ഇൻഡെക്സ് 0 ആയിട്ടുള്ളത് ബനാന, പിന്നെ 1, 2, 3 അങ്ങനെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ അതിൽ എത്ര എലമെന്റ്സ് ഉണ്ട് അതിൻ്റെ ടോട്ടൽ. 0 തുടങ്ങി 3 വരെ എന്ന് പറയുമ്പോൾ 4 എലമെന്റ്സ്. അപ്പോൾ ലെങ്ത് എത്തിയിട്ട് 4. പുതിയ ഒരു എലമെന്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഏറ്റവും അവസാനത്തേക്കല്ലേ, ഇപ്പം മാംഗോ കഴിഞ്ഞ് ഒരു ഫ്രൂട്ടും കൂടെ അതിൽ ആഡ് ചെയ്യണം, ലെമൺ. അപ്പം 4ാമതായിട്ടല്ലേ വരുന്നത്. 5 എലമെന്റ്സ് ഉണ്ട്. അതിൻ്റെ ലെങ്ത് 4 0 തുടങ്ങുന്നതുകൊണ്ട് 5ാമത്തെ എലമെന്റ് ഇൻഡെക്സ് 4ലേക്കാണ് വരുന്നത്. ഒരു എലമെന്റ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെ ലെങ്ത് നോക്കിയിട്ട് അതിലേക്ക് ആഡ് ചെയ്താൽ മതി. കാരണം ലെങ്ത് 0 തുടങ്ങുന്നതുകൊണ്ട് ലെങ്ത്. അപ്പം അതിൽ 0 തുടങ്ങിയതുകൊണ്ട് 4 എണ്ണം ഉണ്ടെങ്കിൽ 4 എലമെന്റ് ഉള്ളതുകൊണ്ട് 0, 1, 2, 3 4ാമത്തെ ഇൻഡെക്സ് ഓഫ് 4. അതായത് ഫ്രൂട്ട്സ് ഓഫ് 4ലേക്കാണ് പുതിയ എലമെന്റിന് ആഡ് ചെയ്യേണ്ടി വരുന്നത്. അപ്പം ഫ്രൂട്ട്സിൻ്റെ ലെങ്ത് എടുത്തിട്ട് അതിലേക്ക് ആഡ് ചെയ്താൽ മതി. പുതിയ എലമെന്റ് ആഡ് ചെയ്ത് അതേ ലെങ്ത് എടുത്തൊരു വേരിയബിളിൽ വെച്ചിട്ട് ആ വാല്യൂ ഇവിടെ കൊടുക്കാം. ഇനി എലമെന്റ്സ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഓരോന്നായിട്ട് ആക്സസ് ചെയ്യണം നമുക്ക്. ഒരു ഇതിലിപ്പോൾ 3, 4 എലമെന്റ്സ് ആകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫ്രൂട്ട്സ് ഓഫ് 1, ഫ്രൂട്ട്സ് ഓഫ് 2, ഫ്രൂട്ട്സ് ഓഫ് 3 അങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യാം. പക്ഷെ ഇതിൽ ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. ഒരു 100, 1000 ഒക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട ഒരു കാര്യം വരുമ്പോൾ നമ്മൾ ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഓരോ എലമെന്റ്സ് ആക്സസ് ചെയ്യുന്നത് നോക്കാം. ലൂപ്പിംഗ് അറേ എലമെന്റ്സ്. ദ ബെസ്റ്റ് വേ ടു ലൂപ്പ് ത്രൂ ആൻ അറേ ഈസ് യൂസിങ് സ്റ്റാൻഡേർഡ് ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പാണ് ഏറ്റവും നല്ലത്. ഒരുപാട് ലൂപ്സ് പഠിച്ചിട്ടുണ്ടല്ലോ. അതിൽ ഫോർ ലൂപ്പാണ് അറേ ആക്സസ് ചെയ്യാൻ എപ്പോഴും നല്ലത്. നമ്മൾ വേരിയബിൾ കൊടുത്തിട്ടുണ്ട് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു അറേ എലമെന്റ്സ് ഒക്കെ കൊടുത്തിട്ടുള്ളത് ബനാന, ഓറഞ്ച്, ആപ്പിൾ അതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൽ ഫ്രൂട്ട്സ് ഓഫ് 0 വരണം. അപ്പം ഇൻഡെക്സ് 0 തുടങ്ങിയിട്ട് ഫ്രൂട്ട്സിൻ്റെ ലെങ്ത് എത്രയാണോ അതൊരെണ്ണം കുറവ്. ഈക്വൽ ടു നമ്മൾ കൊടുക്കണില്ല, ഒന്ന് കുറവ്. 0 തുടങ്ങിയിട്ട് 4 എലമെന്റ്സ് ആണുള്ളെങ്കിൽ 4നേക്കാളും ചെറുന്ന് പറഞ്ഞാൽ 3 വരെ ഓരോന്നായിട്ട് നമുക്ക് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഡിസ്പ്ലേ ചെയ്ത് വരും. ഫ്രൂട്ട്സ് ഓഫ് 0 വരും. പിന്നെ എത്ര പ്രാവശ്യം ഇൻഡെക്സിൻ്റെ വാല്യൂ 1 ഇൻക്രിമെന്റ് ചെയ്യും. അപ്പോൾ 1 ആവും. അപ്പോൾ ഫ്രൂട്ട്സ് ഓഫ് 1 ഡിസ്പ്ലേ ചെയ്യും, ഫ്രൂട്ട്സ് ഓഫ് 2 ഡിസ്പ്ലേ ചെയ്യും, 3 ഡിസ്പ്ലേ ചെയ്യും, 4 ഡിസ്പ്ലേ ചെയ്യില്ല. കാരണം ഫ്രൂട്ട്സിൻ്റെ ലെങ്ത് 4 ആണ്. 4 എന്ന് പറയുന്നത് ഇൻഡെക്സ് 4 ആകുമ്പോൾ 4നേക്കാളും ചെറുതല്ലല്ലോ. 3 വരെ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ മാംഗോ വരെ അത് ഡിസ്പ്ലേ ചെയ്യും. ജാവാസ്ക്രിപ്റ്റ് അറേ മെത്തേഡ്സ്. എല്ലാ ഒബ്ജക്റ്റും മെത്തേഡ്സും പ്രോപ്പർട്ടീസും ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ജാവാസ്ക്രിപ്റ്റിലെ അറേയുടെ മെത്തേഡ്സിൽ നോക്കാം. ഓൾ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്ട്സ് ഹാവ് എ ടു-സ്ട്രിംഗ് മെത്തേഡ്. ടു-സ്ട്രിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് എല്ലാ ഒബ്ജക്റ്റുകൾക്കും, അറേ ഒബ്ജക്റ്റിന് മാത്രമല്ല, നമ്മൾ സ്ട്രിംഗ് ഒബ്ജക്റ്റ് ആയാലും നമ്പർ ആയാലും ഡേറ്റ് ആയാലും എല്ലാ ഒബ്ജക്റ്റുകളും ജാവാസ്ക്രിപ്റ്റിലത്തെ എല്ലാ ഒബ്ജക്റ്റുകൾക്കും ടു-സ്ട്രിംഗ് ഉള്ള മെത്തേഡ് ഉണ്ട്. ഇപ്പോൾ ഡേറ്റിനാണെങ്കിൽ ടു-സ്ട്രിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡേറ്റ് സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യും. ടു-സ്ട്രിംഗ് മെത്തേഡ് കൺവേർട്ടിംഗ് അറേസ് ടു സ്ട്രിംഗ്. ദി JavaScript methods to-string converts an array to a string. കോമയാണ് കോമ സെപ്പറേറ്റഡ് string of array values. ഇവിടെ ട്രേഡ് എന്ന് പറയുന്ന ഒരു അരയിൽ കോപ്പ, IT, ICTM, ICDSM, CHNM, ഫിറ്റർ ഈ ട്രേഡുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു സ്ട്രിങ് ആയിട്ട് ഒറ്റ ഇതിൽ നമുക്കല്ലെങ്കിൽ ഇതിൽ ഓരോ ലൂപ്പ് വെച്ചിട്ട് ഓരോന്നും എടുത്തിട്ട് ഡിസ്പ്ലേ ചെയ്യണ്ടേ. അതിന് പകരം ഒറ്റ സ്ട്രിങ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്ത് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് ട്രേഡ് ഡോട്ട് ടു സ്ട്രിങ് ഉള്ള മെത്തേഡ് കോൾ ചെയ്താൽ
അപ്പം ഇതിന് ഇടയിൽ ഓരോ ട്രേഡുകളുടെ ഇടയിൽ സെപ്പറേറ്റർ ആയിട്ട് കോമയാണ് വേണ്ടത്. കോപ്പ അത് കഴിഞ്ഞ് അടുത്ത എലമെൻറ്റ് അരയിലത്തെ ഓരോ എലമെൻസിനും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി കോമയാണ് ഡീഫോൾട്ടായിട്ട് ടു സ്ട്രിങ്ങിൽ വരുന്നത്. അടുത്ത മെത്തേഡ് ജോയിൻ മെത്തേഡ് also joins all array elements into a string. It behaves just like toString, but in addition you can specify the separator. ഇവിടെ നമ്മൾ സെപ്പറേറ്റർ കൂടെ സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ടു സ്ട്രിങ് മെത്തേഡ് പോലെ തന്നെയാണ് ജോയിൻ മെത്തേഡും. നമുക്ക് അരയിലുള്ള എല്ലാ എലിമെൻസിനെയും ഒറ്റ സ്ട്രിങ് പോലെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. ലൂപ്പ് എടുത്ത് ഓരോന്ന് റീഡ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യാൻ നിൽക്കണ്ട. അതിനിടയ്ക്കുള്ള സെപ്പറേറ്റർ ടു സ്ട്രിങ്ങിൽ ഡീഫോൾട്ടായിട്ട് കോമയാണ് വരുന്നത്. ജോയിൻറ്റിൽ നമുക്ക് സ്പെസിഫൈ ചെയ്യാം എന്താണ് സെപ്പറേറ്റർ വേണ്ടത്. ഓരോ എലിമെൻ്റിൻ്റെ ഇടയിലും ഇങ്ങനെ ഒരു ഹൈഫൺ വന്നാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ജോയിൻ്റെ ഇടയിൽ ഹൈഫൺ കൊടുക്കുക. സെമി കോളൻ വേണമെങ്കിൽ അത് കൊടുക്കുക, ഫുൾ കോളൻ അല്ലെങ്കിൽ ഏതെങ്കിലും സിമ്പിൾസ് ആൻഡോ അതിൽ സ്പേസോ എന്താണ് കോമ തന്നെ വേണമെങ്കിൽ കോമ കൊടുക്കാം. അപ്പോൾ ജോയിൻ്റ് എന്ന് പറയുന്ന മെത്തേഡിൽ നമുക്ക് അതിനിടയിലുള്ള ഓരോ എലിമെൻസിൻ്റെ ഇടയിൽ എന്താണ് സെപ്പറേറ്റ് വേണ്ടതെന്ന് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. സെയിം ആണ് ടു സ്ട്രിങ്ങും ജോയിൻറ്റും റിസൾട്ടൊക്കെ സെയിം തന്നെ. അതിനിടയിൽ ഉള്ള സെപ്പറേറ്റർ ആയി അരയിലത്തെ ഓരോ എലിമെൻസിന് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ അതിനിടയിൽ എന്താണ് സെപ്പറേറ്റർ ആയിട്ട് വരേണ്ടതെന്ന് ജോയിൻ മെത്തേഡിൽ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ടു സ്ട്രിങ്ങിൽ അങ്ങനൊന്നും പറയാൻ പറ്റില്ല, കോമയായിരിക്കും എപ്പോഴും വരാം. പോപ്പിംഗ് ആൻഡ് പുഷിംഗ്. When you work with arrays, it is easy to remove elements and add new elements. ഒരു അരയിൽ കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്, അതിലേക്ക് നമുക്ക് കുറച്ച് പുതിയതായിട്ട് എലമെൻറ്റ്സ് ആഡ് ചെയ്യണം, റിമൂവ് ചെയ്യണം. ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സാണ് പുഷിങ്ങും പോപ്പിങ്ങും. പോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ എലമെൻറ്റ് അരയിൽ നിന്ന് ഓരോ എലമെൻറ്റ് എടുക്കുക. ആക്സസിങ് അല്ല, ശരിക്കും ആ അരയിലത്തെ ഒരു എലമെൻറ്റിനെ റിമൂവ് ചെയ്യാണ്, എടുത്ത് മാറ്റുക. പിന്നെ ആ അരയിൽ ആ എലമെൻറ്റ് ഉണ്ടായിരിക്കില്ല. എപ്പോഴും പോപ്പ് മെത്തേഡ് റിമൂവ് ചെയ്ത് ലാസ്റ്റ് എലമെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഈ അരയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 1 2 3 4 5 എലമെൻറ്റ്സ് ഉണ്ട്. അതിൽ ഏറ്റവും അവസാനത്തത് ഫിറ്ററും ആദ്യത്തത് കോപ്പ എന്നുള്ളതാണ്. ഈ ഫിറ്റർ എന്ന് പറയുന്ന ട്രേഡ് എടുത്ത് മാറ്റാം, ആ ട്രേഡ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് പോപ്പ് ചെയ്യുക എന്നുള്ളത്. പോപ്പ് ട്രേഡ് എന്നുള്ള അരേ ഡോട്ട് പോപ്പ് മെത്തേഡ് ഫോളോ ചെയ്യണം. പോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറ്റർ എന്നുള്ളത് റിമൂവ് ചെയ്തു. ഇനി ഈ അരേ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കോപ്പ, IT, ICT, സം, CHNM ഈ ട്രേഡുകളൊക്കെ ഉണ്ടായിരിക്കുള്ളൂ. ഫിറ്റർ എന്നുള്ള ട്രേഡ് ഉണ്ടായിരിക്കില്ല. ഈ അരയുടെ ലെങ്ത്ത് നോക്കി കഴിഞ്ഞാൽ പോപ്പ് ചെയ്തതിന് ശേഷം അരയുടെ ലെങ്ത്ത് നോക്കുമ്പോൾ 1 2 3 4 എലിമെൻറ്റ്സ് ഉണ്ടാവുള്ളൂ. പോപ്പിന് മുമ്പ് 5 ഉണ്ടായിരുന്നു, ഒരെണ്ണം പോയി അതിൽ നിന്ന് റിമൂവ്. പോപ്പ് മെത്തേഡ് റിട്ടേൺസ് ദ വാല്യൂ ദാറ്റ് വാസ് പോപ്ഡ് ഔട്ട്. പോപ്പ് മെത്തേഡ് വഴി നമ്മളിത് ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റിൽ കൊടുക്കുകയും ഒരു വേരിയബിളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മളിതിൽ പോപ്പ് ചെയ്തെടുത്ത് അവസാനത്തെ എലമെൻറ്റ് കിട്ടും നമുക്ക്. ഇവിടെ നമ്മൾ VAR = ട്രേഡ് ഡോട്ട് പോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറ്റർ എന്നുള്ള വാല്യൂ എന്നുള്ള വേരിയബിളിലേക്ക് വരും. ഇവിടെ നമ്മൾ എക്സ് കൊടുത്തു, വേരിയബിളിലേക്ക് ഈ വാല്യൂ പോപ്പ് ചെയ്ത് വന്നു. എക്സ് ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ CHN എന്നുള്ള വാല്യൂ വരും. ഈ പുഷിങ്, പോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് പുഷ്, ഒരു എലമെൻ്റ് ആഡ് ചെയ്യാം. ദ പുഷ് മെത്തേഡ് ആഡ്സ് എ ന്യൂ എലമെൻറ്റ് ടു ആൻ അരേ. ഇതും എൻഡിലായിരിക്കും. പുഷും പോപ്പും അതെല്ലാം അരയുടെ എൻഡിൽ അവസാനത്തെ എലമെൻറ്റിനെയാണ് അതിലേക്കാണ് ആഡ് ചെയ്യുന്നതായാലും അതിൽ നിന്നാണ് പോപ്പ് ചെയ്തത്. ഇപ്പോൾ ട്രേഡ് എന്നുള്ള ഒരു അരയിൽ ഇതുപോലെ വാല്യൂ കുറച്ച് ട്രേഡ് നെയിംസ് ഉണ്ട്. അതിലേക്ക് നമുക്ക് ഒരെണ്ണം കൂടെ ആഡ് ചെയ്തു, ഒരു പുതിയ ട്രേഡും കൂടെ ആഡ് ചെയ്യണമെങ്കിൽ പുഷ് എന്ന് കൊടുക്കാം. ട്രേഡ് ഡോട്ട് പുഷ് എന്ന് പറഞ്ഞിട്ട് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് എലമെൻ്റ് ആയിട്ട് CHNM കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ആയിട്ട് ഈ എലമെൻ്റ് ആഡ് ചെയ്ത് വരും. പുഷ് മെത്തേഡ് റിട്ടേൺസ് എ ന്യൂ അരേ ലെങ്ത്. അപ്പോൾ ലെങ്ത് ഒന്ന് കൂടും. ഇപ്പോൾ ഇതിൽ 4 എലമെൻ്റ് ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ലെങ്ത് 4 ആയിരുന്നു. ഒരെണ്ണം കൂടെ അതിലേക്ക് പുഷ് ചെയ്തപ്പോൾ അതിൻ്റെ എലമെൻറ്റ് ഒന്ന് ആഡ് ചെയ്ത് വന്നു. അപ്പോൾ നമ്മൾ പുഷ് എലമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വാല്യൂ റിട്ടേൺ ചെയ്യുന്നത് എത്രയായിരിക്കും? 5. ഇത് ഒരെണ്ണം കൂടെ ആഡ് ചെയ്തപ്പോൾ അതിൻ്റെ ലെങ്ത്ത് കൂടി. ആ ട്രേഡ് എന്ന് പറയുന്ന അരയുടെ ലെങ്ത്ത് ഇപ്പോൾ 5. ആ 5 എന്നുള്ള വാല്യൂ ആണ് ഇതിലേക്ക് റിട്ടേൺ ചെയ്യുക. Shifting elements. Shifting is equivalent to popping, working on the first element instead of last. The shift method removes the first array element and shifts all other elements to a lower index. Shift മെത്തേഡും റിമൂവ് ചെയ്യാൻ തന്നെയാണ് എലമെൻസിനെ. പോപ്പ് ചെയ്യുന്നത് പോലെ തന്നെ, പക്ഷേ
പോപ്പിംഗ് എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റിലെ എലമെൻ്റ് ആയിരിക്കും. പുഷ് ഷിഫ്റ്റ് മെത്തേഡിൽ ആദ്യത്തെ എലമെൻ്റ് ആയിരിക്കും റിമൂവ് ചെയ്യുക. അപ്പോൾ കോപ്പ സെയിം തന്നെ, ഈ അറേ തന്നെ കോപ്പ, IT, IC, TSM, CHM ഈ ട്രേഡുകളിൽ നമ്മൾ ഒരു എലമെൻറ്റ് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കോപ്പ എന്നുള്ള ഫസ്റ്റ് എലമെൻ്റ് ആവും റിമൂവ് ചെയ്യുക. അതേസമയം പോപ്പാണ് ചെയ്യണമെങ്കിൽ CHM എന്ന് പറയാൻ CHM എന്നുള്ള ലാസ്റ്റ് എലമെൻറ്റ് വരും. ഇവിടെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റ് എലമെൻറ്റ് പോകുമ്പോൾ അതിൻ്റെ ലെങ്ത്ത് കുറയുന്നു, അത്രയേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഫസ്റ്റ് എലമെൻറ്റ് ഇത്, സെക്കൻഡ് അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. എന്നാൽ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് പോകുമ്പോൾ ഇവിടെ പിന്നെ ബ്ലാങ്ക് ആയിരിക്കില്ല. ഈ ഓരോ എലമെൻറ്റ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. നെക്സ്റ്റ് അറേ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പിന്നെ കോപ്പയില്ല. റിസൾട്ട് നോക്കൂ, IT, IC, TSM, CHNM ഈ ട്രേഡുകളാണുള്ളത്. അപ്പോൾ ഈ അരയിലത്തെ ട്രേഡ് ഓഫ് 0ൽ IT, ട്രേഡ് ഓഫ് 1ൽ IC, TSM, ട്രേഡ് ഓഫ് 3ൽ CHNM ആണുള്ളത്. അപ്പോൾ അതിൻ്റെ എല്ലാ ട്രേഡിൽ ഓരോ എലമെൻസിൻ്റെ ഇൻഡെക്സ് ഒരെണ്ണം കുറഞ്ഞു. IT ഈ ട്രേഡ് ഒരു ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ട്രേഡ് ഓഫ് 1ലാണ് IT എന്നുള്ള എലമെൻ്റ് ഉണ്ടായിരുന്നത്. അത് ഒരെണ്ണം ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ട്രേഡ് ഓഫ് 0ലേക്ക് മാറി. ഓരോന്നും ലോവർ ഇൻഡെക്സിലേക്ക് ഒന്ന് ചേഞ്ച് ചെയ്യും, എല്ലാതും ഇങ്ങോട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്യും. ഇതാണ് ഷിഫ്റ്റ് മെത്തേഡിൻ്റെ വ്യത്യാസം. പോപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും ലാസ്റ്റ് നിന്ന് പോപ്പ് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനൊരു ഷിഫ്റ്റിങ്ങിൻ്റെ ആവശ്യമില്ല. ദ ഷിഫ്റ്റ് മെത്തേഡ് റിട്ടേൺസ് ദ സ്ട്രിങ് ദാറ്റ് വാസ് ഷിഫ്റ്റഡ് ഔട്ട്. ഷിഫ്റ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ ലാസ്റ്റ് പോപ്പാന്നുള്ള റിസൾട്ട് ഇതിലേക്ക് റിട്ടേൺ ചെയ്യും. ഇവിടെ നമ്മൾ വേരിയബിളിലേക്ക് കൊടുക്കുകയോ റിസൾട്ട് പ്രിൻ്റ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂ ഫസ്റ്റ് വാല്യൂ റിട്ടേൺ ചെയ്യും. ദി അൺഷിഫ്റ്റ് മെത്തേഡ് adds a new element to an array at the beginning and unshifts older elements. ഇവിടെ ഷിഫ്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് അൺഷിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുഷ് മെത്തേഡിന് ഈക്വലൻ്റ്, പുഷ് പോലെ. പക്ഷേ പുഷൊക്കെ ഏറ്റവും എൻഡിലാണ്, പക്ഷേ ഇത് ഏറ്റവും ഫ്രണ്ടിലാണ് ആഡ് ചെയ്യുക. ഈ അരയിൽ ഫസ്റ്റ് എലമെൻറ്റ് കോപ്പി ആയിരുന്നു, അതിലേക്ക് നമ്മൾ ഒരെണ്ണം അൺഷിഫ്റ്റ് കൊടുക്കുമ്പോൾ ഈ ഇലക്ട്രോണിക് മെക്ക് എന്നുള്ളതിൻ്റെ ഒരു ട്രേഡും കൂടെ നമ്മളിതിൽ ആഡ് ചെയ്യുമ്പോൾ കോപ്പ എന്നുള്ളത് ഇങ്ങോട്ട് നീങ്ങണം. എന്നിട്ട് ഫസ്റ്റ് എലമെൻ്റായിട്ട് ഇലക്ട്രോണിക് മെക്ക് എന്നുള്ള മെക്കാനിക് എന്നുള്ള ട്രേഡ്, അതാണ് ഇലക്ട്രോണിക് എന്നുള്ള ട്രേഡ് അതിലേക്ക് ആഡ് ചെയ്ത് തരും. പുതിയ എലമെൻ്റ് ആഡ് ചെയ്യുന്നത് ഫസ്റ്റിലായിരിക്കും. അപ്പം മറ്റേതെല്ലാം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇവിടെ ട്രേഡ് ഓഫ് 0ൽ ഉണ്ടായിരുന്ന കോപ്പ ട്രേഡ് ഓഫ് 1ലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇതാണ് അൺഷിഫ്റ്റ്. അൺഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ പുതിയ എലമെൻ്റ് ആഡ് ചെയ്യൽ പുഷ് പോലെ തന്നെയാണ്, പക്ഷേ സ്റ്റാർട്ടിങ്ങിലാണ് ചെയ്യുക. അതുകൊണ്ട് മറ്റുള്ള എലമെൻസും കൂടെ ഒന്നിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അറേ ലെങ്ത് ഒന്ന് കൂടും. അൺഷിഫ്റ്റ് മെത്തേഡ് റിട്ടേൺസ് ദ ന്യൂ അറേ ലെങ്ത്. ഇപ്പോൾ എത്രയാണ് ഉണ്ടായിരുന്നത്? 4 എലമെൻറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ. അതിൽ കൂടെ ഒന്നും കൂടെ അൺഷിഫ്റ്റ് ചെയ്യുമ്പോൾ 5 എലമെൻ്റ് ആയിട്ട് മാറും. Deleting elements. Since JavaScript arrays are object, elements can be deleted by using the JavaScript operator delete. എലമെൻറ്റ്സ് ഒബ്ജക്റ്റുകളെല്ലാം ഡെലീറ്റ് എന്നുള്ള ഓപ്പറേറ്റർ വെച്ച് നമുക്ക് ഡെലീറ്റ് ചെയ്യാൻ പറ്റും. ഡെലീറ്റ് എന്ന് പറഞ്ഞിട്ട് ട്രേഡ് ഓഫ് 0 ഇതിലത്തെ ഫസ്റ്റ് എലമെൻറ്റ് പോപ്പ എന്നുള്ളത് ഡെലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ പുഷ്, പോപ്പ് കുറച്ച് മെത്തേഡ്സ് ഒക്കെ പഠിച്ചു. പോപ്പ് എന്നുള്ള മെത്തേഡ് ഒരു എലമെൻറ്റ് റിമൂവ് ചെയ്യാനുള്ളതാണ്. പിന്നെന്താ ഷിഫ്റ്റ് എന്നുള്ള മെത്തേഡും ഒരു എലമെൻറ്റ് റിമൂവ് ചെയ്യാനാണ്. പക്ഷെ അതിൽ നിന്നുള്ള വ്യത്യസ്തമായിട്ട് ഡെലീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഷിഫ്റ്റാണ് ചെയ്യണമെങ്കിൽ ഇതെല്ലാം പിന്നെ ഇങ്ങോട്ട് നീങ്ങും. അതിൻ്റെ അരയുടെ ലെങ്ത് തന്നെ ഒന്ന് കുറയും. പിന്നെ ഈ അരയുടെ ലെങ്ത് ഇപ്പം ലെങ്ത് 4ആണ്. അത് നമ്മൾ ഷിഫ്റ്റ് ആയിരുന്നു ചെയ്തിരുന്നെങ്കിൽ ഒരെണ്ണം പോയി അതിൻ്റെ ലെങ്ത് കുറയും. പോപ്പാണ് ചെയ്യണമെങ്കിൽ ലാസ്റ്റ് എലമെൻ്റ് ആണെങ്കിലും അത് പോയി അരയുടെ സൈസ് കുറയും. പക്ഷെ ഡെലീറ്റ് ചെയ്യുമ്പോൾ ഏത് എലമെൻറ്റ് ഡെലീറ്റ് ചെയ്താലും അരയുടെ ലെങ്ത് ഒന്നും മാറില്ല. നമ്മൾ ആ എലമെൻറ്റ് ഡെലീറ്റ് ചെയ്തിട്ട് അവിടെ അൺഡിഫൈൻഡ് ആയിട്ട് അവിടെ ഒരു വാല്യൂ ഒന്നും ഇല്ലാതെ കോൾ എന്ന് പറയാം, അങ്ങനെ സ്പേസ് അവിടെ ഇടും മെമ്മറി ലൊക്കേഷൻ. അങ്ങനെയാണ് ഡെലീറ്റ് ചെയ്യുമ്പോൾ. യൂസിങ് ഡെലീറ്റ് may leave undefined hole in the array. യൂസ് പോപ്പ് ഓർ ഷിഫ്റ്റ് ഇൻസ്റ്റഡ്. അതിന് പകരം പോപ്പും ഷിഫ്റ്റും യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഡെലീറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാല്യൂ അതിൻ്റെ ലെങ്ത്ത് അത്ര തന്നെ ഉണ്ടായിരിക്കും, ഒരു അൺഡിഫൈൻഡ് ആയി പോകും. പോപ്പാന്നുള്ള വാല്യൂ അതിൽ ഉണ്ടായിരിക്കില്ല, പക്ഷെ അവിടെ ബ്ലാങ്ക് ആയിട്ട് അവിടെ ഹോൾ
ആയിട്ട് കിടക്കും. അതിൻ്റെ ലെങ്ത് ഡിസ്പ്ലേ ചെയ്ത് നോക്കാം. കോപ്പ അത് ഡിലീറ്റ് ചെയ്ത് പോയെങ്കിലും ലെങ്ത് 4 ആയിരിക്കും. ഈ വാല്യൂ കോപ്പ എന്നുള്ളത് അവിടെ ഉണ്ടായിരിക്കില്ല ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷെ കോപ്പാണ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ലെങ്ത് കുറയും, CHM എന്നുള്ള വാല്യൂ പോവും, ബാക്കി 3 വാല്യൂസ് അതിലുണ്ടായിരിക്കും. Splicing an array. The splice method can be used to add new items to an array. അപ്പോൾ ന്യൂ ഐറ്റംസ് ആഡ് ചെയ്യാൻ തന്നെയാണ് നമ്മൾ പുഷും അൺഷിഫ്റ്റും എല്ലാം പഠിച്ചത്. പക്ഷേ അതല്ല, ഒന്നല്ലെങ്കിൽ പുഷ് ചെയ്യുമ്പോൾ ലാസ്റ്റിലും അൺഷിഫ്റ്റ് ചെയ്യുമ്പോൾ അരയുടെ സ്റ്റാർട്ടിങ്ങിലുമാണ്. ഇതൊന്നല്ലാതെ നമുക്ക് ഇടയിൽ എവിടെയെങ്കിലും അരയുടെ ഏത് പൊസിഷനിലോ 5th പൊസിഷനിലോ 6th പൊസിഷൻ എവിടെയെങ്കിലും നമുക്ക് എലമെൻറ്റ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പ്ലൈസ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യാം. ഇതൊരു അരയാണ്, ട്രേഡ്സിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതിൽ സ്പ്ലൈസ് എന്നുള്ള മെത്തേഡിലേക്ക് 4 പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നുണ്ട്. സ്പ്ലൈസ് ദ ഫസ്റ്റ് പാരാമീറ്റർ 3. ഈ 3 എന്ന് പറയുന്ന പാരാമീറ്റർ ഡിഫൈൻസ് ദ പൊസിഷൻ വേർ ന്യൂ എലമെൻറ്റ്സ് ഷുഡ് ബി ആഡഡ്, അല്ലെങ്കിൽ സ്പ്ലൈസ്ഡ് ഇൻ, എവിടെയാണോ ആഡ് ചെയ്യേണ്ടത് 3ാമത്തെ പൊസിഷനിൽ. അതായത് ഇവിടെ 0 1 2 കഴിഞ്ഞ് 3 എന്ന് പറയുന്ന പൊസിഷൻ ഇവിടെ ഉണ്ട്. CHNM തൊട്ട് മുന്നേ ഈ പൊസിഷനിലാണ് നമുക്ക് കുറച്ച് വാല്യൂസും കൂടെ ആഡ് ചെയ്യാനുള്ളത്. എത്ര എലമെൻറ്റ്സ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവിടെ നിന്ന് നമുക്ക് എലമെൻറ്റ്സ് റിമൂവ് ചെയ്യാം. അപ്പോൾ എത്ര എണ്ണം റിമൂവ് ചെയ്യണം എന്നുള്ളതാണ് സെക്കൻഡ് പാരാമീറ്റർ പറയുന്നത്. ഒന്നും റിമൂവ് ചെയ്യണമെങ്കിൽ 0 എന്ന് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് എത്ര എലമെൻറ്റ്സ് ആഡ് ചെയ്യണം എന്നുള്ളത് കോമിറ്റ് കൊടുക്കാം. ഇപ്പോൾ ടർണർ, മെഷീനിസ്റ്റ് 2 ട്രേഡാണ് നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. ഒരു ട്രേഡും കൂടി വേണമെങ്കിൽ കോമിറ്റ്, ഇപ്പോൾ DTP എന്ന് പറഞ്ഞിട്ട് ട്രേഡ് ആഡ് ചെയ്യണമെങ്കിൽ കോമ അതും കൂടെ കൊടുക്കുക. എത്ര എലമെൻറ്റ്സ് ആഡ് ചെയ്യണോ അതെല്ലാം കോമിറ്റ് കൊടുക്കാം. അപ്പം സ്പ്ലൈസ് എന്നുള്ള മെത്തേഡിലേക്ക് 4 പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നത്. ഫസ്റ്റ് പാരാമീറ്റർ ഏത് പൊസിഷനിലേക്കാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. ഇൻസേർട്ട് ചെയ്യണതിനൊപ്പം തന്നെ സെക്കൻഡ് പാരാമീറ്റർ ആയിട്ട് പറയുന്നത് എന്തെങ്കിലും നമുക്ക് അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയണോ ആണെങ്കിൽ അതും കൂടെ കൊടുക്കാം. പിന്നെ ഇൻസേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വാല്യൂസ് ഡിഫൈൻ ചെയ്യുന്നത്, അത് എത്ര എണ്ണം വേണമെങ്കിലും കൊടുക്കാം. ഇതിപ്പോൾ ഇതിൽ 4 എണ്ണം പാരാമീറ്റർ പാസ് കൊടുക്കണമല്ലോ. ആദ്യത്തെ 2 എണ്ണം മസ്റ്റാണ്. അത് കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ വാല്യൂസ്. അതിപ്പോൾ നമ്മൾ ഒരെണ്ണം ഇൻസേർട്ട് ചെയ്യാനുള്ളെങ്കിൽ ടർണെന്ന് മാത്രം മതി. 5 6 ഉണ്ടെങ്കിൽ കോമിറ്റ് കൊടുക്കാം. ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ 2 വാല്യൂസിലേക്ക് വന്നു. യൂസിങ് സ്പ്ലൈസ് ടു റിമൂവ് എലമെൻറ്റ്സ്. നമുക്ക് എലമെൻറ്റ്സ് റിമൂവ് ചെയ്യണമെങ്കിൽ ഏത് പൊസിഷനിൽ നിന്നാണ് റിമൂവ് ചെയ്യേണ്ടത്, എത്ര എലമെൻ്റാണ് റിമൂവ് ചെയ്യേണ്ടതെന്ന് പറയാം. ആ 2 വാല്യൂസ് മാത്രം പറഞ്ഞാൽ മതി. ഇതിൽ ടെർമിനേഷൻസ് എന്നൊക്കെ പറയുന്നത് ഇൻസേർട്ട് ചെയ്യണതുകൊണ്ടാണ്. റിമൂവ് ചെയ്യുമ്പോൾ വാല്യൂ പറയണ്ടേ. ഇവിടെ നിന്ന് ഇത് പൊസിഷനിൽ നിന്നാണ് എത്ര എണ്ണം റിമൂവ് ചെയ്യണമെന്ന് പറയാം. ഇവിടെ 0th പൊസിഷനിൽ ഫസ്റ്റ് ഇൻഡെക്സ് 0 വരുന്നത് ആദ്യത്തത്. കോപ്പ എന്നുള്ള ഒരു ട്രേഡ്, കോപ്പ മാത്രം. കോപ്പയും ITയും കളയണമെങ്കിൽ സ്പ്ലൈസ് 0,2 എന്ന് കൊടുക്കുക. അപ്പോൾ 2 എണ്ണം റിമൂവ് ചെയ്ത് പോകും. മെർജിങ് ഓർ കോൺകാറ്റിനേറ്റിംഗ് അറേസ്. The concat method create a new array by merging existing arrays. 2 അറേ തമ്മിൽ യോജിപ്പിക്കുക. നമ്മളിപ്പോൾ നെയിംസ് എന്ന് പറഞ്ഞ അറേ 2 ഷിഫ്റ്റിലെ ട്രെയിനീസിൻ്റെ നെയിംസ് ആണെങ്കിൽ ഷിഫ്റ്റ് 1ലെ ട്രെയിനീസിൻ്റെ നെയിംസ് ഒരു അരയിൽ, ഷിഫ്റ്റ് 2ലെ ഒരു അരയിൽ. ഇത് 2ഉം കൂടെ ആഡ് ചെയ്ത് മൈ ട്രെയിനി എന്ന് പറഞ്ഞിട്ടൊരു പുതിയ അരയിലേക്ക് ഇതെല്ലാം ആഡ് ചെയ്ത് വരണം. അങ്ങനെയാണെങ്കിൽ name1 ഡോട്ട് കോൺകാറ്റ് കൊടുക്കുക, ബ്രാക്കറ്റിൽ name2 കൊടുക്കുക. അപ്പോൾ ഈ name1ലുള്ള ദേവി ദീപ എന്നുള്ളതും name2ലുള്ള പൂർണ്ണ, ശരണ്യ, ശാലിനി എല്ലാ നെയിംസും കൂടി യോജിച്ച് 5 പേരുകളും കൂടി മൈ ട്രെയിനി എന്ന് പറഞ്ഞ ഒറ്റ അരയിലേക്ക് വരും. അങ്ങനെ നമുക്ക് എത്ര അരേ വേണമെങ്കിലും ജോയിൻ ചെയ്യാം. name1 2 ഇവിടെ 2 3 അങ്ങനെ എത്ര നെയിംസും എത്ര അരേസ് വേണമെങ്കിലും കോൺകാറ്റ് എന്നുള്ള മെത്തേഡിലേക്ക് പാസ് ചെയ്യാൻ പറ്റും. ദി കോൺകാറ്റ് മെത്തേഡ് ഡസ് നോട്ട് ചേഞ്ച് ദി എക്സിസ്റ്റിംഗ് അരേ. നമ്മൾ ഏത് അരേ, ഇപ്പം നമ്മളുടെ name1 name2 ഉണ്ട്. ഈ 2 അരയിൽ ഒരു മാറ്റവും വരില്ല. പുതിയൊരു അരയിലേക്കാണ് ഇതെല്ലാം ജോയിൻ ചെയ്തിട്ട് വരുന്നത്. ഇറ്റ് ഓൾവേസ് റിട്ടേൺസ് എ ന്യൂ അരേ. പുതിയ അരയിലേക്ക് മൈ ട്രെയിനി എന്ന് പറഞ്ഞ അരയിലേക്കാണ് റിട്ടേൺ ചെയ്യുന്നത്. name1ഉം name2 അതുപോലെ തന്നെ. അതിൽ name1ൽ 2 കുട്ടികളുടെ പേരും name2ൽ 3 കുട്ടികളുടെ പേരും അതുപോലെ തന്നെ ഉണ്ടായിരിക്കും. കോൺകാറ്റ് മെത്തേഡ് ക്യാൻ ടേക്ക് എനി നമ്പർ ഓഫ് അരേ ആർഗ്യുമെന്റ്സ്. names1 ഡോട്ട് കോൺകാറ്റ്, name2, name3 അങ്ങനെ 3 4 എത്ര അരകളുടെ നെയിംസ് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും നമുക്ക് കോമിറ്റ് കൊടുക്കാം. എത്ര ആർഗ്യുമെന്റ്സ് വേണമെങ്കിലും കൊടുക്കാം. അതെല്ലാം
കോൺവേർട്ട് ചെയ്ത് ഒറ്റ അരയിലേക്ക് വരും. അതാണ് മെർജിങ് ഉദ്ദേശിക്കുന്നത്. മെർജിങ് ആൻ അറേ വിത്ത് വാല്യൂസ്. ഇനി നമുക്ക് അരയല്ല, അതിൽ വാല്യൂസ് വേണമെങ്കിൽ അതിൽ കൂടെ ആഡ് ചെയ്യാം. ഇപ്പം നെയിംസ് എന്നുള്ള അരയിൽ 2 കുട്ടികളുടെ പേര് കൊടുത്തിട്ടുള്ളൂ. അതിൽ കൂടെ തന്നെ നമുക്ക് 2 കുട്ടികളുടെ പേര്, അത് വേറൊരു അരയിൽ തന്നെ സ്റ്റോർ ചെയ്യണമെന്നില്ല. നേരിട്ട് ഇങ്ങനെ അരയുടെ ബ്രാക്കറ്റ് കൊടുക്കണ പോലെ സ്ക്വയർ ബ്രാക്കറ്റിൽ വാല്യൂസ് ഫോമിട്ട് കൊടുക്കാം. അപ്പം അത് നെയിംസ് എന്നുള്ള അരയിൽ മാറ്റമൊന്നും വരില്ല. പുതിയൊരു അരയിലേക്ക് റിട്ടേൺ ചെയ്ത് ട്രെയിനി എന്നുള്ള അരയിൽ നെയിംസ് 1 എന്നുള്ള അരയിലത്തെ ദേവി, ദീപ്യം പ്ലസ് രമ്യ, കവി ഈ 2 പേരും കൂടെ ആഡ് ചെയ്ത് 4 നെയിം ഉണ്ടായിരിക്കും. സ്ലൈസിങ് ആൻ അറേ. സ്ലൈസ് കട്ട് ചെയ്യുക. ദ സ്ലൈസ് മെത്തേഡ് സ്ലൈസസ് ഔട്ട് എ പീസ് ഓഫ് an array into a new array. This example slices out a part of an array starting from array element 2. The slice method creates a new array. It does not remove any element from the source array. ഇപ്പോൾ ട്രേഡ് എന്ന് പറയുന്ന അരയിൽ 4 ട്രേഡ് ഉണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് ഭാഗം സ്ലൈസ് ചെയ്തെടുത്തിട്ട് വേറൊരു അരയിലേക്ക് കൊണ്ടുവരണം. എന്ന് വെച്ചാൽ സോഴ്സ് അരയിൽ ഒരു മാറ്റം ഉണ്ടാവില്ല, ട്രേഡ് എന്നുള്ള അരയിൽ മാറ്റമൊന്നുമില്ല. ഇതിലത്തെ സെക്കൻഡ് ഇത് തുടങ്ങിയിട്ട് സ്ലൈസ് ചെയ്തിട്ട് വരണം. 0, 1, 2 DTPO CHNM ഈ 2 ട്രേഡുകളും ട്രേഡ് 1ലേക്ക് കിട്ടണം. ട്രേഡ് എന്നുള്ള അരയിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല, ട്രേഡ് 1 എന്നുള്ള അരയിലേക്ക് ഈ വാല്യൂസ് വരണം. The slice method can take 2 arguments like slice 1, 3. ഇവിടെ ഒരു ആർഗ്യുമെന്റ് കൊടുത്തിട്ടുള്ളൂ, ഇവിടെ 2 ആർഗ്യുമെന്റ് കൊടുത്തിട്ടുണ്ട്. The method then selects elements from the start argument and up to the end of the argument. ഇതിൽ സ്ലൈസ് 1 തുടങ്ങി 3 എലമെന്റ്സ് വരെ. അപ്പം ഫസ്റ്റ് എലമെന്റ് 0 ആണല്ലോ, ട്രേഡ് ഓഫ് 0 അല്ല, ട്രേഡ് ഓഫ് 1 IT DTP CHM ഈ 3 എലമെന്റ്സ് ആണ് ട്രേഡ് 1ലേക്ക് വരെ. If the end of the argument is omitted like the first example, slice method slice out the rest of the element. ഇവിടെ നമ്മൾ 3 കൊടുത്തില്ലെങ്കിൽ അത് മുഴുവനും അരയിൽ ബാക്കിയല്ല. സ്റ്റാർട്ടിങ് ഇവിടെ തുടങ്ങി എത്ര എണ്ണം വേണം അത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ, സെക്കൻഡ് എലമെന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ അരയുടെ റിമൈനിങ് എലമെന്റ്സ് മുഴുവനായിട്ട് സ്ലൈസ് ചെയ്യും. സോഴ്സ് അരയ്ക്ക് ചേഞ്ചസ് ഒന്നും വരില്ല, പുതിയൊരു അരയിലേക്ക് അത് റിട്ടേൺ ചെയ്യാൻ വരാം. സോർട്ടിങ് ആൻ അരേ. സോർട്ട് മെത്തേഡ് സോർട്ട്സ് ആൻ അരേ ആൽഫബറ്റിക്കലി. ആൽഫബറ്റിക് ഓർഡറിൽ നമുക്ക് സോർട്ട് ചെയ്യണം എന്ന് വെച്ചാൽ അരയിലെ എലമെന്റ്സ് കൊടുത്തിട്ടുണ്ട്, അത് സോർട്ട് പറയാം. ജസ്റ്റ് അരയുടെ നെയിം കൊടുക്കുക, സോർട്ട് എന്നുള്ള മെത്തേഡ് കോൾ ചെയ്യുക. അപ്പോൾ ആൽഫബറ്റിക് ഓർഡറിൽ ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്ത് വരും. നമുക്ക് ഡിസെൻഡിങ് ഓർഡറിലാണ് വേണ്ടെങ്കിൽ റിവേഴ്സ് മെത്തേഡ്, റിവേഴ്സിങ് ആൻ അരേ. റിവേഴ്സ് മെത്തേഡ് റിവേഴ്സ് ദി എലമെന്റ്സ് ഇൻ ആൻ അരേ. യു ക്യാൻ യൂസ് ഇറ്റ് ടു സോർട്ട് ആൻ എലമെന്റ് ഇൻ ഡിസെൻഡിങ് ഓർഡർ. റിവേഴ്സ് മെത്തേഡ് സോർട്ടിങ്ങിന് മാത്രമല്ല, നമുക്ക് കുറച്ച് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്, അതിന് നമുക്ക് റിവേഴ്സ് ഓർഡറിൽ വരണമെങ്കിലും അരയുടെ നെയിം കൊടുത്തിട്ട് ട്രേഡ് 1 ഡോട്ട് സോർട്ട് റിവേഴ്സ് എന്ന് പറയാം. നമുക്ക് സോർട്ട് ചെയ്യുമ്പോൾ ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യാൻ വേറൊരു ഫംഗ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഈ റിവേഴ്സ് എന്നുള്ള മെത്തേഡിനെ തന്നെ നമ്മൾ കോൾ ചെയ്യുക. സോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിവേഴ്സിങ് ഓർഡറിൽ സോർട്ടിങ്, ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ടിങ് ആയി മാറും. അപ്പോൾ റിവേഴ്സ് എന്നുള്ള മെത്തേഡ് അരയിൽ കൊടുത്ത വാല്യൂസ് റിവേഴ്സ് ഓർഡറിൽ ഡിസ്പ്ലേ ചെയ്യാൻ മാത്രമാണ്. സോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ സോർട്ട് എന്നുള്ള മെത്തേഡ് കൂടി കോൾ ചെയ്തിട്ട് റിവേഴ്സ് ചെയ്യും. അരേ എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. അരേ അതിലുപയോഗിക്കുന്ന മെത്തേഡ്സ് ഇത്രയും ഭാഗങ്ങളാണ് ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. താങ്ക്സ്.